കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ 42-ാമത്തെ എപ്പിസോഡിലേക്ക് ദൈവവചനം ധ്യാനിക്കുവാനായി കടന്നു വന്നിരിക്കുന്നു. ഇത്രത്തോളം കർത്താവ് അത്ഭുതകരമായി ഈ ശുശ്രൂഷയെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായും ഇതിൻ്റെ പിൻപിൽ ധാരാളം ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഏവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും കർത്തൃനാമത്തിൽ എൻ്റെ നന്ദിയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്നും ദൈവമക്കൾ ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ 2ാമത്തെ മിഷണറി യാത്ര നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 18-ാം അധ്യായത്തിൻ്റെ 22 വരെയുള്ള വേദഭാഗങ്ങളിൽ ആണ് ചില എപ്പിസോഡുകളായി നമ്മൾ വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ബർണബാസും പൗലോസിൻ്റെയും ആ ടീം സ്പ്ലിറ്റ് ചെയ്ത ശേഷം പൗലോസ് ശീലാസിനെ തിരഞ്ഞെടുത്ത് അവർ 2ാം മിഷണറി യാത്ര തുടങ്ങുകയാണ്. 15-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം വായിക്കുമ്പോൾ, യാത്ര പുറപ്പെട്ട് സുറിയ, കിലിക്കിയ ദേശങ്ങൾ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോന്നു. 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവർ ലിസ്ട്രയിൽ ചെല്ലുന്നു. അവിടെ വെച്ച് പൗലോസും ശീലാസിനോടും ചേർന്ന് തിമോത്തിയുടെ ആ ടീമിൽ ചേരുന്നതായിട്ട് നാം ഇതിനോടകം ശ്രദ്ധിക്കുകയുണ്ടായി. 6-7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രത്യേകമായി ആ മിഷൻ ട്രിപ്പിനെ നിയന്ത്രിക്കുന്നതായിട്ട് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് പഠിച്ചു. ഏഷ്യയിലേക്ക് പോകുവാൻ ശ്രമിച്ച അവരെ ദൈവത്തിൻ്റെ ആത്മാവ് വിലക്കി. അതിനുശേഷം ബിഥുനയിലേക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. അങ്ങനെ അവർ ത്രോവാസിൽ എത്തിയ ശേഷം അപ്പോസ്തലനായ പൗലോസിന് ഒരു പ്രത്യേക ദർശനമുണ്ടായി. ആ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മക്കദോനിയയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുകയുണ്ടായി. അങ്ങനെ 16-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വേദഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഫിലിപ്പി പട്ടണത്തിൽ ഈ സംഘം എത്തിച്ചേരുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. പൗലോസുണ്ട്, ശീലാസുണ്ട്, തിമോത്തി ലിസ്ത്രയിൽ നിന്നുണ്ട്. ത്രോവാസിലെത്തിയപ്പോൾ എഴുത്തുകാരനായ വൈദ്യനായ ലൂക്കോസും സംഘത്തോട് ചേർന്നതായിട്ട് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് പഠിച്ചു. ഫിലിപ്പി പട്ടണത്തിൽ പ്രധാനമായി 3 സംഭവങ്ങളാണ് ഉണ്ടായത്. ഒന്നാമത് 11 മുതൽ അതിൻ്റെ 15 വരെയുള്ള വാക്യങ്ങളിൽ ലദിയ എന്ന് പറയുന്ന ബിസിനസ്സുകാരിയുടെ മാനസാന്തരം ഉണ്ടായതായിട്ട് നമ്മൾ പഠിച്ചു. അതിനുശേഷം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വെളിച്ചപ്പാടത്തിയായ ഒരു സഹോദരിയെ പൂർണ്ണമായി കർത്താവ് വിടുവിക്കുന്നതായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അവൾ ഭൂതബാധിതയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പോസ്തലനായ പൗലോസ് ആ ഭൂതത്തെ ശാസിക്കുന്ന സമയത്ത് ആ ഭൂതം ആ സഹോദരിയെ വിട്ടുമാറുകയും ആ സ്ത്രീ പൂർണ്ണമായി സൗഖ്യമാകുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. പക്ഷേ അതിനെ തുടർന്ന് 19 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് മനസ്സിലായത് വലിയ പ്രതികൂലം അപ്പോസ്തലനായ പൗലോസിനും ശീലാസിനും ഉണ്ടായി. അവരെ കോൽ കൊണ്ടടിച്ചു, അവരെ കാരാഗ്രഹത്തിൽ ആമത്തിൽ പൂട്ടിയിട്ടു. പക്ഷേ ദൈവദാസന്മാർ, ആത്മപൂർണരായ ദൈവമനുഷ്യർ, അവർ കർത്താവിനെ പാടി സ്തുതിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തു. അത് നിമിത്തം റോമൻ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി എന്നും അവരെല്ലാം സ്വാതന്ത്ര്യം പ്രാപിച്ചു. ജയിലർ തന്നെത്താൻ കൊല്ലുവാനായി ശ്രമിക്കുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസ് തന്നെ വിലക്കുന്നു. പിന്നീട് താൻ രക്ഷപ്പെടുവാൻ എന്തു ചെയ്യണം എന്ന ചോദ്യത്തിന് പൗലോസ് തനിക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുകയും ജയിലറും തൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് 16-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായി കഴിയും. 35 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെയാണ് പൗലോസും ശീലാസും തിമോത്തിയും ചേർന്ന് അടുത്ത സ്ഥലത്തേക്ക് തെസ്സലോനിക്കയിലേക്ക് അവർ പോകുന്നതായിട്ട് നമ്മൾക്ക് പഠിക്കുവാനായി കഴിഞ്ഞത്. കഴിഞ്ഞ എപ്പിസോഡിൽ 17-ാം അധ്യായത്തിൻ്റെ
ആദ്യത്തെ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുകയുണ്ടായി. തെസ്സലോനിക്ക പട്ടണത്തിൽ അവരുടെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. ഫിലിപ്പി പട്ടണത്തിൽ ലുദിയായുടെ ഭവനത്തിലാവാനാണ് സാധ്യത ദൈവസഭ ഉടലെടുത്തത്. അവിടെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ലുദിയ എന്ന ബിസിനസ്സുകാരിയുണ്ട്. വളരെ പാവപ്പെട്ട ഒരു സഹോദരിയായ മുൻപ് ഭൂതം ബാധിച്ച സ്ത്രീ, വിടുതൽ പ്രാപിച്ച സഹോദരി, അവരും അംഗമായിട്ടുണ്ട്. ജയിലറും കുടുംബവും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അവരും ആ സഭയുടെ അംഗങ്ങളാണ്. അങ്ങനെ ഫിലിപ്പി പട്ടണത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭ സ്ഥാപിക്കുവാൻ അപ്പോസ്തലനായ പൗലോസിനും തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന സഹോദരന്മാർക്കും കർത്താവ് കൃപ ചെയ്തു. തെസ്സലോനിക്ക പട്ടണത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് ബോധ്യമായത്, എഴുത്തുകാരനായ ലൂക്കോസ് ഫിലിപ്പി പട്ടണത്തിൽ തന്നെ താൻ നിന്നു. താൻ തെസ്സലോനിക്കയിലേക്ക് യാത്ര ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾ എന്ന പ്രയോഗം ഇപ്പോൾ അവർ എന്ന പ്രയോഗത്തിലാണ് എഴുത്തുകാരൻ എഴുതുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എഴുത്തുകാരൻ ഇപ്പോൾ ആ ടീമിൻ്റെ കൂട്ടത്തിലില്ല. എന്നാൽ തെസ്സലോനിക്കയിൽ ടീമിൽ പൗലോസുണ്ട്, ശീലാസുണ്ട്, തിമോത്തിയുമുണ്ട്. അങ്ങനെ അവർ അംഫിപോലിസിലും അപ്പൊലോന്യയിലും കയറാതെ അവർ തെസ്സലോനിക്കയിലെത്തി എന്ന് നമുക്ക് മനസ്സിലായി. ഫിലിപ്പി പട്ടണത്തിൽ നിന്നും ഏതാണ്ട് 100 മൈൽ അകലെയാണ് തെസ്സലോനിക്ക പട്ടണം. തെസ്സലോനിക്ക പട്ടണം മക്കതോനിയയിലെ തലസ്ഥാനമായിട്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവജനത്തെ ഓർപ്പിച്ചിരുന്നു. ഈ 2 പട്ടണങ്ങളെ കവർ ചെയ്ത് തെസ്സലോനിക്കയിലെത്താൻ കാരണം ഒരുപക്ഷെങ്കിൽ മറ്റ് ഈ 2 പട്ടണങ്ങളിൽ യഹൂദന്മാരുടെ പള്ളി അവിടെ കാണുവാൻ സാധ്യതയില്ല. പൗലോസിൻ്റെ മിഷൻ യാത്രകളിൽ മിക്കയിടങ്ങളിലും യഹൂദന്മാരുടെ ഒരു പള്ളി ഉള്ള സ്ഥലത്താണ് താൻ ആദ്യമായി ശുശ്രൂഷിച്ചത് എന്ന് നമുക്ക് കാണുവാനായി കഴിയും. തെസ്സലോനിക്ക ഒരുപക്ഷെങ്കിൽ സുവിശേഷം കേൾക്കുവാൻ കുറച്ചുകൂടെ പാകമായതുകൊണ്ടും ദൈവത്തിൻ്റെ ആത്മാവരെ നിർബന്ധിച്ചതുകൊണ്ടും ഒരു യഹൂദ പള്ളി അവിടെ ഉള്ളതുകൊണ്ടും ആവാനാണ് സാധ്യത. താൻ അവിടേക്കാണ് ചെല്ലുന്നത്. അവിടെ 2-ാം വാക്യം പറയുന്നത്, 17-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്ത് തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. കഴിഞ്ഞ എപ്പിസോഡിൽ 3 ശബത്ത് എന്ന ആ വിഷയം ദൈവമക്കളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയുണ്ടായി. അത് യഹൂദന്മാരെ സുവിശേഷീകരിക്കുന്നതിനുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗമാണ്. തെസ്സലോനിക്ക ലേഖനം താൻ എഴുതുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ധാരാളം ജാതീയ ആളുകൾ, വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന ആളുകളൊക്കെയാണ് പിന്നീട് സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നത്. മാത്രമല്ല, താൻ ധാരാളം സമയം അവിടെ തന്നെത്താൻ അധ്വാനിച്ചു എന്നും ഫിലിപ്പി സഭ തനിക്ക് കൂട്ടായ്മ, സാമ്പത്തിക കൂട്ടായ്മ കൊടുത്തുമെന്നുമൊക്കെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അങ്ങനെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അപ്പോസ്തലനായ പൗലോസ് കേവലം 3 ആഴ്ച മാത്രമല്ല തെസ്സലോനിക്കയിൽ നിന്നത്, ചില മാസങ്ങൾ അവിടെ നിന്ന് കാണും എന്ന ചിന്ത ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. 3 ശബത്ത് എന്നുള്ള ആ പ്രയോഗം യഹൂദനോടുള്ള ബന്ധത്തിൽ അവരെ സുവിശേഷീകരിക്കുവാനായി പൗലോസ് ഉപയോഗിച്ച സമയമായി കരുതുന്നത് ഏറ്റവും നന്നായിരിക്കും. തൻ്റെ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിലെ ചില പ്രയോഗങ്ങൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു എന്ന വിഷയത്തിൻ്റെ വിശദീകരണവും, അതിനുശേഷം യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു എന്ന വിഷയവും ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. ഇവിടെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. തെസ്സലോനിക്കയിൽ ചെന്നിട്ടും യഹൂദന്മാരുടെ നടുവിൽ അവരുടെ പള്ളിയിൽ അപ്പോസ്തലനായ പൗലോസ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ താൻ ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. വളരെ സ്പെസിഫിക്കായി 3-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് ആണെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അതാണ് തൻ്റെ മെയിൻ ടോപ്പിക്ക്. ആത്മപൂർണരായ മനുഷ്യരുടെ മെയിൻ ടോപ്പിക്ക് ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ വചനമാണ് അവർ പ്രസംഗിക്കുന്നത്. അല്ലാതെ മറ്റ് ഒരു ടെക്നിക്സോ ഗിമിക്സോ ഒന്നും അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിൽ ഉപയോഗിക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിലില്ല. തെസ്സലോനിക്കയിൽ മാത്രമല്ല, ഫിലിപ്പിയിൽ ശ്രദ്ധിച്ചാൽ, അല്ല 1-ാം മിഷണറി യാത്രയിൽ നിങ്ങൾ ഇക്കോന്യത്തിലും ലിസ്ട്രയിലും ദർബയിലും പിസീദിൻ അന്ത്യോക്യയിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെയൊക്കെ ആത്മപൂർണനായ ഈ അഭിഷക്തൻ ദൈവത്തിൻ്റെ വചനമാണ് സംസാരിക്കുന്നത്. ക്രിസ്തു കേന്ദ്രിതമായ ദൈവത്തിൻ്റെ വചനം,
പഴയ നിയമത്തിൽ നിന്ന് അവർക്കറിയാമെന്ന പല ഉദ്ധരണികൾ എടുത്തുകൊണ്ട് യേശു കർത്താവാണെന്ന്, മശിഹയാണെന്ന് താൻ സ്പഷ്ടമായി തെളിയിക്കുകയാണ്. തീർച്ചയായും തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നിന്ന് ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. അപ്പം അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവവചനത്തെ ഉറപ്പിക്കുന്ന ആത്മീകമായുള്ള ആത്മാവിൻ്റെ ക്രിയകൾ പരസ്യമായി ദൃശ്യമായി ആളുകൾക്ക് കാണത്തക്കവണ്ണം അനുഭവിക്കത്തക്കവണ്ണം അവിടെ നടന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. വചനം പറയുന്നത് യേശു കർത്താവ് അവരോട് കൂടെ ഇരുന്ന് ദൈവവചനത്തെ ഉറപ്പിച്ചു എന്നാണല്ലോ. അത് തെസ്സലോനിക്കയിലും നടന്നു. വളരെ ബാലൻസ്ഡായി ദൈവമക്കൾ ഈ വിഷയം മനസ്സിലാക്കണം. ദൈവവചനമാണ്, ക്രിസ്തു കേന്ദ്രിതമായ മെസ്സേജുകളാണ് അഭിഷക്തന്മാർ ആദ്യ നൂറ്റാണ്ടിൽ പ്രസംഗിച്ചിരുന്നത്. അല്ലാതെ പ്രത്യേക നിലയിൽ ചില സാമ്പത്തിക വിടുതലുകളോ മറ്റു പല വലിയ വൻപൻ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ ഇളക്കുന്ന പ്രവണത അവർക്കില്ലായിരുന്നു. അവരുടെ എല്ലാം ആഗ്രഹം സുവിശേഷം കേൾക്കുന്ന ജനം നിത്യജീവനെ പ്രാപിക്കണം, അവർ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിനെ അംഗീകരിക്കണം എന്ന ചിന്തയോടെ കൂടിയാണ് അവർ സുവിശേഷം പറഞ്ഞത്. അല്ലാതെ കേവലം ആളുകളെ കൂട്ടുന്ന ഒരു പ്രവണത അവർക്കില്ലായിരുന്നു. യേശുവിനെ പ്രസന്റ് ചെയ്യുക. അങ്ങനെ യേശുവിനെ പ്രസന്റ് ചെയ്യുമ്പോൾ നാണയത്തിൻ്റെ മറുവശം ഇതാണ്, പരിശുദ്ധാത്മാവിൻ്റെ ക്രിയകൾ പരസ്യമായി വെളിപ്പെട്ടിരുന്നു. യേശു അങ്ങനെ അവരോട് കൂടെ ഇരുന്ന് ഈ ക്രിയകൾ വെളിപ്പെടുത്താൻ കാരണം ആളുകൾക്ക് ഇവർ പ്രസംഗിക്കുന്ന പ്രസംഗം സത്യമാണെന്ന് ബോധ്യമാകണം. അവരുടെ ശുശ്രൂഷയെ കർത്താവ് അറ്റസ്റ്റ് ചെയ്യുന്ന ക്രിയകളാണ് പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ ഇരുന്ന് ചെയ്തത്. ദൈവമക്കൾ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ചു, പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. അവിടെ ആളുകൾ ദൈവവചനം കേട്ടു, വിശ്വസിപ്പാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തു. ഒരു പക്ഷെങ്കിൽ അവർ ദൃശ്യമാകുന്ന മണ്ഡലത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടിയിൽ മനസ്സിലാക്കി ഗ്രഹിച്ച് അവർ യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ച് അവർ ദൈവസഭയുടെ ഭാഗമാകുവാൻ തക്കവണ്ണം ദൈവം അവർക്ക് കൃപ കൊടുത്തു. 5-ാം വാക്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എങ്കിലും അവിടെ അല്പസമയം ഈ എപ്പിസോഡിൽ ഒന്ന് ധ്യാനിപ്പാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. 5-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, യഹൂദന്മാരോ അസൂയ പൂണ്ട്. അങ്ങനെയാണ് അവർക്ക് തെസ്സലോനിക്കയിൽ പ്രതികൂലം ഉണ്ടാകുന്നത്. എന്തിനാണ് യഹൂദന്മാർക്ക് അസൂയ ഉണ്ടായത്? പല കാരണങ്ങളുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വേദഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിനെ എതിര് പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നത് യഹൂദന്മാർ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞു. ഒരു പക്ഷെങ്കിൽ തെസ്സലോനിക്കയിലും രക്ഷിക്കപ്പെടാത്ത യഹൂദന്മാർ പള്ളിയിൽ നിന്ന്, സിനഗോഗുകളിൽ നിന്ന് ദൈവഭക്തരായുള്ള ജാതീയ ആളുകളെല്ലാം പൗലോസിൻ്റെ പുറകെ പോകുന്നത് കണ്ട് അവർക്ക് അസൂയ വന്നു കാണും. യഹൂദന്മാരുടെ പള്ളിയിൽ പാരമ്പര്യ യഹൂദനുണ്ട്, ജാതീയ പശ്ചാത്തലം വിട്ട് യഹൂദ മതത്തിൽ ചേർന്ന ആളുകളുണ്ട്. മൂന്നാമതൊരു വിഭാഗം യഹൂദ മതത്തിൽ ചേരാതെ ഏകസത്യ ദൈവത്തിൽ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെ ഗോഡ് ഫിയറേഴ്സ്, ദൈവഭക്തർ എന്നാണ് വിളിക്കുന്നത്. ഈ ദൈവഭക്തരായുള്ള ആളുകൾ യഹൂദ മതം സ്വീകരിച്ചിട്ടില്ല എങ്കിലും യഹൂദ മതം പ്രചരിപ്പിക്കുന്ന ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പൗലോസിൻ്റെ പുറകെ പോകുന്നത് അവർ കണ്ടപ്പോൾ രക്ഷിക്കപ്പെടാത്ത യഹൂദന്മാർക്ക് അത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അവർക്ക് അട്രാക്റ്റ് ചെയ്യുവാൻ കഴിയാത്തതിലപ്പുറമായി ഈ അഭിഷക്തന്മാരുടെ കൂടെ ജനം പോകുന്നു എന്ന് കണ്ട് അവർക്ക് അസൂയയായി.
രണ്ടാമത് മറ്റൊരു കാരണം കാണുവാൻ സാധ്യതയുണ്ട്. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ അപ്പോസ്തോലിക ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. യഹൂദന്മാരിൽ കാണാത്ത, അവരുടെ റബികളിൽ കാണാത്ത ദൈവപ്രവൃത്തി അപ്പോസ്തോലന്മാരിൽ വെളിപ്പെട്ടു വന്നപ്പോൾ അത് യഹൂദന്മാരിൽ അസൂയ ജനിപ്പിച്ചു. മൂന്നാമതൊരു കാരണമുണ്ട്. പൗലോസ് പ്രസംഗിക്കുന്ന പ്രസംഗം വിശ്വാസത്താലുള്ള നീതീകരണമാണ്. അത് 15-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ്. പരിച്ഛേദന കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവം വ്യക്തികളെ നീതീകരിക്കുന്നു എന്ന സദ്വർത്തമാനമാണ് അപ്പോസ്തലനായ പൗലോസ് ഈ സഭകളിലെല്ലാം അറിയിക്കുന്നത്. പണ്ടുകാലം മുതലേ അവരുടെ ഇടയിലെ റബികൾ പറഞ്ഞു വരുന്ന പരിച്ഛേദന അവഗണിച്ചുകൊണ്ടുള്ള ഒരു രക്ഷ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത പാരമ്പര്യ യഹൂദന് അത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അവർക്ക് അസൂയ ഉണ്ടായി. നാലാമതൊരു കാരണമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് 3-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുമ്പോൾ ലൂക്കോസ് ഇങ്ങനെയാണ് തന്നെക്കുറിച്ച് എഴുതുന്നത്: ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതാണെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയെങ്കിൽ അതാണ് സുവിശേഷത്തിൻ്റെ കാതലായ ഒരു ഭാഗം. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനെ കൊന്നതാരാണ്? യേശുക്രിസ്തുവിനെ കൊന്നത് യഹൂദന്മാരാണ്. ഈ ഒരു സദ്വർത്തമാനം, ഈ ദൈവവചന ശുശ്രൂഷ അവരെ സംബന്ധിച്ചോളം അവർക്ക് വളരെയധികം കുറ്റബോധം കൊണ്ടുവരുന്നതാണ്. അവർ ക്രൂശിച്ച, അവർ കൊന്ന യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, യേശുക്രിസ്തുവാണ് മശിയ എന്ന് അപ്പോസ്തലനായ പൗലോസ് തെളിവുകൾ സഹിതം അവരുടെ മുൻപിൽ നിരത്തി വെക്കുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർക്ക് അസൂയയായി. ഇങ്ങനെയുള്ള കാരണങ്ങളാലാണ് യഹൂദന്മാർക്ക് അസൂയ ഉണ്ടായത് എന്ന് നമ്മൾ ന്യായമായി മനസ്സിലാക്കണം. 5-ാം വാക്യം ഒരിക്കൽ കൂടെ: യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോൻ്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അവരുടെ ഉദ്ദേശം പരസ്യവേദിയിൽ ജനത്തിൻ്റെ സമൂഹത്തിൻ്റെ ഇടയിൽ പൗലോസിനെയും ശീലാസിനെയും കൊണ്ടുവരണമെന്നായിരുന്നു. അതിന് പൗലോസും ശീലാസും പാർത്തിരുന്ന യാസോൻ്റെ വീട് വളഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഓർപ്പിച്ചു യാസോനെ പറ്റി ചില കാര്യങ്ങൾ. യാസോൻ്റെ ഭവനത്തിലാവാനാണ് സാധ്യത തെസ്സലോനിക്കയിലെ സഭ. അപ്പം ന്യായമായി പൗലോസും ശീലാസും അവിടെയാണ് താമസിച്ചിരുന്നത് എന്ന് നമ്മൾ കരുതുന്നതിൽ തെറ്റില്ല. 7-ാം വാക്യത്തിൽ യാസോൻ അവരെ കൈക്കൊണ്ടുമിരിക്കുന്നു എന്ന പ്രസ്താവനയിൽ നിന്ന് യാസോൻ്റെ ഭവനത്തിലാവാനാണ് സാധ്യത കർത്തൃദാസന്മാർ താമസിച്ചത്. പക്ഷേ യാസോൻ്റെ വീട് പറഞ്ഞപ്പോൾ ഒരു കാര്യം ബോധ്യമായി: ദൈവദാസന്മാർ അവിടെ ഇല്ല. അതുകൊണ്ട് അവർ യാസോനെ ഉപദ്രവിക്കാൻ തുടങ്ങി. 6-ാം വാക്യത്തിൽ അവരെ കാണാതിരുന്നിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. അങ്ങനെയുള്ള പ്രസ്താവനയുടെ കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഒന്ന് സൂചിപ്പിച്ചതാണ്. അവരർത്ഥമാക്കുന്നത് യേശു എന്ന മറ്റൊരുത്തൻ രാജാവെന്ന് പറഞ്ഞുകൊണ്ട് കൈസറുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് നിലവിളിച്ചു. ഈ ഒരു ആരോപണമാണ് പൗലോസിനെയും ശീലാസിനെയും കുറിച്ചുള്ളത്. അല്ലാതെ അവർ ഭൂമിയെ കീഴ്മേൽ മറിച്ചു എന്ന് പറയുമ്പോൾ സുവിശേഷം കൊണ്ട് കീഴ്മേൽ മറിച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കൈസറെ ഡീത്രോൺ ചെയ്ത് വേറെ ഒരു രാജാവിനെ പ്രചരിപ്പിക്കുന്നു എന്ന രാഷ്ട്രീയ ചിന്തയാണ് അവരാളുകളിലിട്ട് വലിയ കലഹം അവിടെ ഉണ്ടാക്കുന്നത്. അവസാനം അവർ 8-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഇത് കേട്ടിട്ട് പുരുഷാരവും നഗരാധിപന്മാരും ഭ്രമിച്ചു. 9 യാസോൻ മുതലായവരോട് ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു. ഒരു പ്രത്യേക ബോണ്ട് അവർ വെക്കണം എന്ന് യാസോനെക്കുറിച്ചും മറ്റ് സഹോദരന്മാരെക്കുറിച്ചും ഈ അതോറിറ്റീസ് ആവശ്യപ്പെടുകയാണ്. അവർ പേടിച്ചു പോയി. കാരണം ഇതൊരു വലിയ പൊളിറ്റിക്കൽ അപ്ഹീവൽ ഉണ്ടാകുന്ന
ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിഷയമായി അവരതിനെ പ്രചരിപ്പിക്കുകയും ഇളക്കുകയും ചെയ്യാൻ തുടങ്ങി. ഒരു പക്ഷെങ്കിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിലായിരിക്കാം 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 18-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ, വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടഞ്ഞു. സാത്താൻ ഞങ്ങളെ തടഞ്ഞു. തെസ്സലോനിക്ക പട്ടണത്തിലേക്കും ആ സഭ വിസിറ്റ് ചെയ്യുവാൻ 1-2 വട്ടം അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിച്ചു. പക്ഷേ സാത്താൻ തടഞ്ഞു എന്ന ആ പ്രയോഗം ഒരു പക്ഷെങ്കിൽ യാസോനും കൂട്ടരും വെച്ച ആ ബോണ്ട് സംബന്ധമായ വിഷയത്തോടുള്ള ബന്ധത്തിലായിരിക്കാം താൻ ഉപയോഗിച്ചത്. കാരണം അങ്ങനെ ഒരു ബോണ്ട്, ഒരു ജാമ്യം പൗലോസിനും ശീലാസിനും എതിരായി യാസോൻ വെക്കേണ്ടതായിട്ട് വന്നു. ഒരു പക്ഷെങ്കിൽ ഈ ജാമ്യത്തിനകത്ത് ഇനി മേലാൽ പൗലോസും ശീലാസും മടങ്ങി തെസ്സലോനിക്കയിൽ വരികയില്ല, അതിനുള്ള ഒരു ഗ്യാരൻ്റി ആയിരിക്കാം ഈ സഹോദരന്മാർ കൊടുത്തത്, അഥവാ അവരെ നിർബന്ധിച്ച് ആ നിലയിൽ എഴുതി വെപ്പിച്ചു. അപ്പോൾ ആ ഒരു വിഷയമുള്ളത് കൊണ്ട് പൗലോസ് പിന്നെയും വരുവാൻ ആഗ്രഹിച്ചു എങ്കിലും പൗലോസിന് അവിടെ ചെല്ലുവാൻ കഴിയാതെയുള്ള ഒരു സാഹചര്യമായി താൻ അതിനെ കാണുന്നത് സാത്താൻ ഞങ്ങളെ എതിർത്തു എന്നാണ്. താൻ അതിനെ കാണുന്നത് സാത്താൻ്റെ ഒരു പ്രവർത്തനമായിട്ടാണ്. 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അപ്പോസ്തലനായ പൗലോസിന് മടങ്ങി ആ സഭ വിസിറ്റ് ചെയ്യുവാൻ ആ സമയത്ത് കഴിഞ്ഞില്ല എങ്കിലും ദൈവസഭ വളരെ ശുഷ്കാന്തിയോടെ ദൈവവചനം അടുത്തുള്ളിടത്തെല്ലാം സാക്ഷീകരിച്ചു. വിശ്വാസത്തിൽ കഷ്ടതകളുടെ നടുവിൽ അവർ പിടിച്ചു നിന്നു. യഹൂദന്മാരുടെ പീഡനത്തിൻ്റെ നടുവിൽ ആ സഭ ശക്തിയോടെ പിടിച്ചു നിന്നു എന്നാണ് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്ന് അറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി ദൈവത്തിന് എന്തോ ഒരു സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളാൽ കഴിയും. വളരെയധികം പ്രയാസങ്ങൾ തെസ്സലോനിക്കയിലുണ്ടായി. അപ്പോസ്തലനായ പൗലോസും ശീലാസും അവിടെ നിന്ന് അടുത്ത ദേശങ്ങളിലേക്ക് പോയ ശേഷവും ആ ദേശത്ത് ദൈവസഭയ്ക്കെതിരെ ഉപദ്രവങ്ങൾ ഉണ്ടായി എങ്കിലും തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ ആ ലേഖനത്തിലെ പൗലോസിൻ്റെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവവചനം ഗ്രഹിച്ച, വചനത്തിൽ വേരൂന്നി മുന്നോട്ടിറങ്ങിയ ആ ദൈവമക്കളെ തകർക്കുവാൻ ഒരു ശത്രുവിനും കഴിഞ്ഞില്ല. വചന അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ദൈവമക്കളെ, ദൈവസഭയെ തകർക്കുവാൻ ഒരു പീഡനത്തിനും കഴിയത്തില്ല. അടിസ്ഥാനത്തിൻ്റെ മേൽ വീട് പണിതാൽ ഏത് കൊടുങ്കാറ്റുകളും ഓളങ്ങളും തിരമാലയും ആ വീടിനെതിരെ അടിച്ചാലും അതിനെ ഒരിക്കലും തകർക്കാൻ കഴിയുകയില്ല. എന്നാൽ വചനം അടിസ്ഥാനമിടാതെ പാരമ്പര്യത്തേലോ മറ്റേതെങ്കിലും ദൈവദാസൻ്റെ മേലോ പ്രസ്ഥാനത്തിൻ്റെ മേലോ ഒക്കെ അടിസ്ഥാനമിട്ട് പണിയുന്ന ക്രിസ്തീയ ജീവിതങ്ങൾ ഏതെങ്കിലും സമയത്ത് പ്രതികൂലത്തെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അതിന് നിലനിൽപ്പില്ല എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളിൽ പഠിപ്പിച്ചു. തെസ്സലോനിക്കക്കാരുടെ പീഡനം മാറിയില്ല. പക്ഷേ പീഡനത്തിൻ്റെ നടുവിൽ വിശ്വസ്തത പാലിച്ച് ദൈവവചനത്തോട് കൂറ് പുലർത്തി അവർക്ക് നിൽപ്പാൻ കർത്താവ് കൃപ ചെയ്തു. വചന അടിസ്ഥാനത്തിന് മേൽ പണിയുന്ന വീടുകൾ നിലനിൽക്കും. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് കൊരിന്തുകാർക്ക് എഴുതുന്നത്, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗ്രഹനിർമ്മാണം. ദൈവസഭ ദൈവത്തിൻ്റെ കൃഷിയായിട്ടും ഗ്രഹനിർമ്മാണമായിട്ടും ദൈവത്തിൻ്റെ വീടായിട്ടും ചിത്രീകരിക്കുകയാണ്. പക്ഷേ ഈ ദൈവത്തിൻ്റെ വീട്
ദൈവത്തോടുകൂടി പാർട്ട്ണറായി നിൽക്കുന്ന ഒരു ദൈവദാസൻ എങ്ങനെയാണ് പണിയേണ്ടത്, എന്തിനാണ് പണിയേണ്ടത്? താഴോട്ട് വായിക്കുമ്പോൾ പൗലോസ് 11-ാം വാക്യത്തിൽ പറയുന്നത്, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിനൊരു വീട്, അതാണ് ദൈവസഭ. അതിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തു. ദൈവത്തിൻ്റെ വചനം തന്നെ, വചനമാണ് ക്രിസ്തു. എന്നാൽ സഭ അടിസ്ഥാനം മാത്രമല്ല, അടിസ്ഥാനമിട്ട് അതിൻ്റെ മേൽ പണിയണം. ആ പണിയും ദൈവത്തിൻ്റെ വചനത്താലാണ് പണിയേണ്ടത്. ദൈവത്തിൻ്റെ വചനത്താൽ അടിസ്ഥാനമിടാതെയും മുകളിലോട്ട് പണിയാതെയും ഇരിക്കുന്ന ഏതു പണിയും ശോധനകളുടെ നടുവിൽ അത് പാളിപ്പോകും. അത് സംശയമില്ലാത്ത കാര്യമാണ്. ഈ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ലിസ്റ്റിൽ 2 ടൈപ്പിലുള്ള പണിയുണ്ട്. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നൊരു പണിയും, മറ്റേ അടുത്ത പണി ഇതാണ്, മരം, പുല്ല്, വൈക്കോൽ. 2 ടൈപ്പിലുള്ള പണിയുണ്ട്. അടുത്ത വാക്യം, 13-ാമത്തെ വാക്യം, ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. എല്ലാ ദൈവദാസന്മാരുടെയും പണി എന്താണെന്ന് തീ ശോധന ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവ് ഇതിനെ സകലത്തെയും ശോധന ചെയ്യും. അന്ന് മരവും പുല്ലും വൈക്കോലും നിലനിൽക്കത്തില്ല. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് നിലനിൽക്കുന്നതിട്ടു പണിതാൽ തീ ശോധന ചെയ്യുമ്പോൾ അത് പിടിച്ചു നിൽക്കും. അങ്ങനെയുള്ളവർക്കാണ് വേദപുസ്തകത്തിൽ പ്രതിഫലമുള്ളതായിട്ട് പറയുന്നത്. എന്താ നിലനിൽക്കുന്നത്? ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനമാണ് നിലനിൽക്കുന്നത്. നിലനിൽക്കുന്നതിട്ട് ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന് മേൽ പണിയുന്ന സഭ. ആ സഭ ഏത് കൊടുങ്കാറ്റ് വന്നാലും പൊളിഞ്ഞു പോവുകയില്ല. യഥാർത്ഥത്തിൽ അഭിഷക്തനായ ഒരു ദൈവദാസനെ ദൈവം നിയമിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ പാർട്ട്ണറായി നിയമിച്ചിരിക്കുന്നത് വിലയേറിയ കല്ലുകളും പൊന്നും വെള്ളിയും ഒക്കെ ഇട്ട് പണിയുവാനായിട്ടാണ്. നിലനിൽക്കുന്ന ദൈവവചനത്താൽ പണിയുവാനായിട്ടാണ്. പണിയുന്ന ദൈവദാസൻ്റെ പ്രതിഫലം ഇവിടെയല്ല. തീ ശോധന ചെയ്തിട്ട് തനിക്ക് പ്രതിഫലം നിത്യതയിൽ കിട്ടും. ഇത് ഞാൻ തെസ്സലോനിക്കയിലെ പൗലോസിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവസഭ, അതേത് സംഘടനയിൽപ്പെട്ടതുമാകട്ടെ, ദൈവത്തിൻ്റെ വചനത്താലാണോ പണിയപ്പെടുന്നത്? ആകട്ടെ, നിങ്ങൾ വ്യക്തിപരമായ ഒരു വിശ്വാസി എന്ന നിലയിൽ ദൈവത്തിൻ്റെ വചനത്താലാണോ നിങ്ങൾ പണിയുന്നത്? വചനത്താൽ പണിയാത്തതെല്ലാം പൊളിഞ്ഞു പോകും. തെസ്സലോനിക്കയിൽ അവർ കടന്നു വന്നു. അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥകൾ ശത്രു അവിടെ സൃഷ്ടിച്ചു. യഹൂദന്മാർ ഇളകി, ആ പട്ടണം മുഴുവനും ഇളകി. പക്ഷേ കുറേ മാസങ്ങൾ കൊണ്ട് അവർ നിത്യതയുടെ വിത്ത് അവിടെ വിതച്ചു. അവർക്ക് അവിടെ വിട്ടുപോകേണ്ടി വന്നു. പക്ഷേ അവർ വിതച്ച ദൈവത്തിൻ്റെ വചനം കിളിർത്തു. ദൈവസഭയെ തുടച്ചു മാറ്റുവാൻ ഒരു ശത്രുവിനും ഒരു പോരാട്ടത്തിനും കഴിയുകയില്ല. യേശുവിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പാതാള ഗോപുരത്തെ ജയിക്കുന്നതാണ് ദൈവവചനത്താൽ പണിയപ്പെടുന്ന സഭ. വചനത്താൽ അല്ലാതെ മറ്റേതെങ്കിലും നിലയിൽ ദൈവസഭ നിങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ, ദൈവസഭ ഫോം ചെയ്യുകയാണെങ്കിൽ അത് ദൈവഹിതമല്ല എന്ന് ദൈവവചനത്തിലൂടെ വളരെ ശക്തമായി നിങ്ങളുടെ മുൻപിൽ ഞാൻ കൊണ്ടുവരികയാണ്. ദൈവത്തോട് പാർട്ട്ണറായി നിൽക്കുന്ന ഒരാൾ മനുഷ്യനെ ഇംപ്രസ് ചെയ്യുക എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്താൽ അവർ ദൈവസഭ പണിയും. സഭ എന്ന് ഞാൻ അർത്ഥമാക്കുന്നത് രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർ. അവരെ ദൈവവചനത്താൽ ബിൽഡപ്പ് ചെയ്യും. തെസ്സലോനിക്കയിൽ അങ്ങനെ ഒരു കൂട്ടം ഉടലെടുത്തത് കൊണ്ട് പൗലോസും ശീലാസും നാടുവിടേണ്ടി വന്നിട്ടും, യഹൂദന്മാർ ഈ സഭയെ പീഡിപ്പിച്ചിട്ടും അവർ ദൈവവചനത്തിന് വേണ്ടി നിന്നു. അവർ ദൈവവചനത്തിന് വേണ്ടി കൂറോടെ നിന്നു. മാത്രമല്ല,
അവർ അയൽ സഭകളിലൊക്കെയും സുവിശേഷീകരണത്തിൽ അവർ മുൻപന്തിയിൽ നിന്നു സുവിശേഷീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇങ്ങനെയാണ് 17-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാം വാക്യം, യാസോൻ മുതലായവരോട് ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു. 10-ാം വാക്യം, സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. അടുത്ത മിഷൻ സ്റ്റേഷൻ ബെരോവയാണ്. അവിടെ എത്തിയപ്പോൾ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. ശ്രദ്ധിക്കുക, പിന്നെയും തെസ്സലോനിക്കയിലെ അതേ പാറ്റേൺ തന്നെ ആവർത്തിച്ച് പറയാം. മിഷൻസിന് അവർക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. പലപ്പോഴും കർത്തൃവേല ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജിയും ഇല്ലാതെ ഉള്ള ആളുകളുണ്ട്. അങ്ങനെയല്ല, മിഷൻസിന് ഒരു സ്ട്രാറ്റജി ഉണ്ടാകണം. അത് സ്വയമായി ഉണ്ടാക്കിയതല്ല, പരിശുദ്ധാത്മാവിൽ അവർക്ക് ബോധ്യമായ ഒരു സ്ട്രാറ്റജിയാണ്. പാകമായി കിടക്കുന്ന ഇടങ്ങളെ ആദ്യം സുവിശേഷീകരിക്കുവാൻ തക്കവണ്ണം അവർ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ സിനഗോഗുകളിൽ യഹൂദന്മാരുടെ പള്ളിയിൽ കയറിയത്. യഹൂദന്മാരുടെ പള്ളിയിൽ യഹൂദന്മാരുണ്ട്, പാരമ്പര്യ യഹൂദന്മാർ. ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് യഹൂദമതം സ്വീകരിച്ച് യഹൂദ മതത്തിൽ പെട്ടവരായി മാറിയവരുണ്ട്. മൂന്നാമതൊരു ഗ്രൂപ്പുണ്ട്, ദൈവഭക്തർ. അവർ ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പക്ഷേ യഹൂദ മതം ഔദ്യോഗികമായി സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിഭാഗവും അവരുടെ പള്ളികളിലുണ്ട്. പൗലോസ് ഇങ്ങനെ പള്ളികളിൽ കയറി പ്രസംഗിക്കുമ്പോൾ ഈ മൂന്നാമത്തെ ഗ്രൂപ്പുകാരാണ് വളരെ അധികമായി പൗലോസിൻ്റെ സുവിശേഷത്തോട് പോസിറ്റീവായി പ്രതികരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചോളം പരിച്ഛേദനയില്ലാതെ മറ്റ് മോശയിക നിയമങ്ങളൊക്കെ പാലിക്കാതെ ദൈവവുമായി വ്യക്തിപരമായി യേശുക്രിസ്തുവിലൂടെ ബന്ധപ്പെടാം എന്ന ആ ആശയം, ആ സദ്വർത്തമാനം അവർക്കത് വളരെ അട്രാക്റ്റീവാണ്. അതുകൊണ്ട് മിഷനറിമാർ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. 11-ാം വാക്യം, അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. ബെരോവയിലുള്ളവരെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. 11-ാം വാക്യം, അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അതിൻ്റെ ഒരു വിശദീകരണമാണ് അതിൻ്റെ 2-ാം ഭാഗത്ത്. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോകുന്നു. പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷം ഈ ദൈവവചനം ഡെയിലി ഇങ്ങനെ അവർ ചെക്ക് ചെയ്ത് ഇതങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിച്ചതിന് ആ ഒരു ക്വാളിറ്റിയാണ് അവർ ഉത്തമന്മാർ എന്ന് ലൂക്കോസ് അവരെ സംബോധന ചെയ്യുവാൻ കാരണം. ആ 11-ാം വാക്യം നമുക്ക് 1-2 മിനിറ്റ് എടുത്ത് അതൊന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഉത്തമന്മാർ എന്ന പ്രയോഗം, അതിന് ഫെയർ മൈൻഡഡ്, മോർ നോബിൾ, ഓപ്പൺ മൈൻഡഡ് എന്നൊക്കെയുള്ള ഒരു പ്രയോഗം ആയിട്ട് നമുക്ക് അത് ചിന്തിക്കുവാൻ കഴിയും. അതിൻ്റെ അർത്ഥം, പൗലോസ് പ്രസംഗിച്ച ഈ ദൈവത്തിൻ്റെ വചനത്തെ അവർ രാഷ്ട്രീയപരമായിട്ടോ മറ്റ് ഏതെങ്കിലും ഒരു കൾച്ചർ പരമായിട്ടോ ഒക്കെ ഇട്ട് അതിനെ വിമർശിച്ച് തള്ളിക്കളയാതെ ദൈവവചനത്തിൽ അങ്ങനെ തന്നെയാണെങ്കിൽ അവരത് കൈക്കൊള്ളാൻ തയ്യാറായി. അതാണ് അവർ നോബിൾ മൈൻഡഡ് ആണ്, ഓപ്പൺ മൈൻഡഡ് ആണ് എന്നുള്ള ആ പ്രയോഗം നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നത്. അതും ആ വാക്ക് സജസ്റ്റ് ചെയ്യുന്നത് അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റൊരാശയം കൂടെ ഉണ്ട്. അവർ ഈ ദൈവവചനം വളരെ ഡീപ്പായി അതിൻ്റെ ഡെപ്തിൽ പഠിക്കുവാൻ അവർ ആഗ്രഹിച്ചു. മാത്രമല്ല അവിടുത്തെ ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചു, ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു. എത്ര പേർ നമ്മുടെ ഇടയിൽ അങ്ങനെയുണ്ട്, ഡെയിലി സെർച്ചിങ് ദ സ്ക്രിപ്റ്റേഴ്സ്. അത് വാസ്തവത്തിൽ കാണിക്കുന്നത് അവരുടെ ആത്മീക വിശപ്പാണ്. ആത്മപൂർണനായ ഒരു മനുഷ്യൻ കടന്നു വന്ന് അദ്ദേഹത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന വെളിപ്പാടുകൾ ദൈവവചനത്തിലൂടെ അദ്ദേഹം വിളമ്പുമ്പോൾ അവരതെല്ലാം വളരെ ശ്രദ്ധയോടെ ഇരിക്കും, ജാഗ്രതയോടെ ആ കാര്യങ്ങൾ എടുത്ത് ദൈവവചനം ഡെയിലി ചെക്ക് ചെയ്യും.
അതങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ വെളിപ്പാട് സ്വീകരിച്ച് അതനുസരിക്കുവാൻ അവരാഗ്രഹിച്ചു. ഡെയിലി സെർച്ചിങ് ദ സ്ക്രിപ്റ്റേഴ്സ്. അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടായിരുന്നെങ്കിൽ എത്ര അനുഗ്രഹമായിരുന്നു. ദൈവവചനം ദിവസവും വായിക്കാത്ത എത്ര പേരുണ്ട്. ജസ്റ്റ് റീഡിങ്, വായിക്കുന്നത് അനുഗ്രഹമാണ്. അത് ജാഗ്രതയോടെ സെർച്ച് ചെയ്യുന്നത് അതിലും അനുഗ്രഹമാണ്. പഠിക്കുവാനുള്ള മനോഭാവത്തോടെ ഇതങ്ങനെ തന്നെയാണോ എന്ന് ശ്രദ്ധിക്കാനും, അങ്ങനെയാണെങ്കിൽ ഇതനുസരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ, ആ ആത്മീക വിശപ്പോടെ ദൈവവചനം വായിക്കുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്ന എത്ര അനുഗ്രഹമാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാർ ആയിരുന്നു. They were of noble mind. They had an open mind. എന്നിട്ട് 12-ാം വാക്യം, അവരിൽ പലരും മാന്യരായ യവന സ്ത്രീകളിലും പുരുഷന്മാരിലും അനേകരും വിശ്വസിച്ചു. ഇവിടെയും ദൈവമക്കൾ ശ്രദ്ധിക്കണം. പൗലോസ് ദൈവവചനമാണ് പ്രസൻറ്റ് ചെയ്തത്. വചനം പ്രസൻറ്റ് ചെയ്തു. അവർ പഴയ നിയമത്തിലെ സ്ക്രിപ്റ്റേഴ്സ് നോക്കി ഇത് അങ്ങനെ തന്നെയാണോ, അല്ലാതെ വേറെ ഒരു കാര്യവുമല്ല. ദൈവസഭ രൂപപ്പെടുവാനും ദൈവസഭയിൽ രൂപപ്പെട്ട ശേഷം തുടർന്നുള്ള ശുശ്രൂഷയും എല്ലായിടത്തും ദൈവത്തിൻ്റെ വചനത്തെയാണ് കർത്താവ് ഉറപ്പിക്കുന്നത്. വചനം കൊടുത്തതുകൊണ്ട് ഒരു കൂട്ടർ അവിടെ വിശ്വസിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വിശ്വാസം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയാൾ. പൗലോസ് വചനം പ്രസംഗിച്ചു. ആ വചനം ഇത് ശ്രദ്ധിച്ച് കേൾക്കുകയും അത് സെർച്ച് ചെയ്യുകയും ചെയ്യുന്നവരിൽ വിശ്വാസമായി പരിണമിച്ചു. അവർ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. 13, പൗലോസ് ബെരോവയിലും ദൈവവചനം അറിയിച്ചത് തെസ്സലോനിക്കയിലെ യഹൂദന്മാരറിഞ്ഞ് അവിടെയും വന്ന് പുരുഷാരത്തെ ഇളക്കി ഭ്രമിപ്പിച്ചു. അപ്പോൾ തെസ്സലോനിക്കയിലെ വിശ്വസിക്കാത്ത യഹൂദന്മാർ, അവർക്ക് പൗലോസിനെയും ശീലാസിനെയും തെസ്സലോനിക്കയിൽ നിന്ന് പുറത്താക്കി യാസോനെ കൊണ്ട് ജാമ്യം വെപ്പിച്ചത് പോരാഞ്ഞിട്ട് തെസ്സലോനിക്കയ്ക്ക് അടുത്ത് കിടക്കുന്ന പട്ടണമാകുന്ന ബെരോവയിൽ ദൈവവചനം ഈ അഭിഷക്തന്മാർ ശുശ്രൂഷിക്കുന്നെന്ന് കേട്ട് അവിടെ ചെന്ന ആളുകളെ ഇളക്കി. പൗലോസിനെ സംബന്ധിച്ചോളം ഇതൊരു പുതിയ കാര്യമല്ല. നമ്മൾ 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 14-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം മുതൽ തൻ്റെ ലിസ്ത്രയിലെ അനുഭവങ്ങളാണ്. 19-ാം വാക്യം വരുമ്പോൾ, എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. ഇത് നേരത്തെ നമ്മൾ പഠിച്ച വിഷയമാണ്. നിങ്ങൾ ആ വാക്യങ്ങൾ ശ്രദ്ധിച്ചോ? അന്ത്യോക്യയിൽ നിന്ന്, പിസീദിയയിലുള്ള അന്ത്യോക്യയിൽ നിന്ന് ആളുകൾ വന്ന് അവരും ഇക്കോന്യത്തിലുള്ള യഹൂദന്മാരും കൂടെ ചേർന്ന് ലിസ്ട്രയിൽ വന്ന് ആളുകളെ വശത്താക്കി അപ്പോസ്തലനായ പൗലോസിനെ കല്ലുകൊണ്ട് എറിഞ്ഞു. ഇതുപോലൊരു സംഭവമാണ് 17-ാം അധ്യായത്തിൽ ബെരോവയിൽ കാണുന്നത്. തെസ്സലോനിക്കയിൽ വലിയ പ്രശ്നമുണ്ടാക്കി. ഇവൻ കൈസറിനെ മാറ്റിയിട്ട് വേറെ ഒരു രാജാവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു, ഇവനെ ഇവിടുന്ന് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞ് നാട്ടിലേക്ക് ആളുകളെയൊക്കെ ഇവിടെ ഇളക്കി. ഇത് പോരാഞ്ഞിട്ട് അടുത്ത ദേശത്തിലും അവരുടെ ശുശ്രൂഷയ്ക്കെതിരെ ഈ യഹൂദന്മാർ ചെന്ന് വലിയ പ്രശ്നമുണ്ടാക്കുകയാണ്. അതാണ് നമ്മൾ ഈ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ എല്ലാം കാരണം അസൂയയാണ്. തെസ്സലോനിക്ക പട്ടണത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ കണ്ടതാണ്. 14-ാം വാക്യം, ഉടനെ സഹോദരന്മാർ പൗലോസിനെ സമുദ്രതീരത്തേക്ക് പറഞ്ഞയച്ചു. ശീലാസും തിമോത്തിയോസും അവിടെ തന്നെ പാർത്തു. പൗലോസിനോടുകൂടെ വഴിത്തുണ പോയവർ അവനെ അഥേനയോളം കൊണ്ടുപോയി. ശീലാസും തിമോത്തിയോസും കഴിയുന്ന വേഗത്തിൽ തൻ്റെ അടുക്കൽ വരണമെന്ന് ഉള്ള കൽപ്പന വാങ്ങി മടങ്ങിപ്പോയി. ശീലാസും തിമോത്തിയോസും കഴിയുന്ന വേഗത്തിൽ തൻ്റെ അടുക്കൽ വരണമെന്ന് കൽപ്പന വാങ്ങി മടങ്ങി പോന്നു. ഇവിടെ കൊണ്ട് നമ്മൾ ബെരോവയിലെ അനുഭവങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അഥീനയിൽ അവരുടെ 2-ാം മിഷണറി യാത്രയിൽ അവരെത്തിയത് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. തെസ്സലോനിക്കയിലും ബെരോവയിലും പ്രതികൂലമുണ്ടായി. പക്ഷേ പ്രതികൂലമുണ്ടായി നാട് വിടുന്നതിന് മുമ്പ്
ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അവിടെ വിതറി. നല്ല നിലത്ത് വീണതുപോലെ ചിലരുടെ ഹൃദയത്തിൽ ആ വചനം സ്ഥാനം പിടിച്ചു. അവിടവിടങ്ങളിൽ ദൈവസഭ രൂപപ്പെടുത്തുവാൻ ഈ അഭിഷക്തന് കർത്താവ് ബലം കൊടുത്തു. എന്ത് വിഷയം വന്നാലും വചനം പ്രസംഗിക്കണം. വചനത്തെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളും അടയാളങ്ങളാലും ഉറപ്പിക്കും. പരിശുദ്ധാത്മാവാണ് മിഷൻ യാത്ര നിയന്ത്രിക്കുന്നതെങ്കിൽ പരാജയം വരികയില്ല. പരിശുദ്ധാത്മാവാണ് സുവിശേഷ വേലയെ നിയന്ത്രിക്കാൻ നമ്മൾ അനുവദിച്ചതെങ്കിൽ ചെല്ലുന്ന പട്ടണത്തിലെല്ലാം കർത്താവിനായി ആ പട്ടണത്തെ ഇമ്പാക്റ്റ് ചെയ്യുവാൻ ദൈവം കൃപ തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവദാസി ദാസന്മാരുടെ മേൽ കർത്താവിൻ്റെ കൃപ ധാരാളമായി പകരണമേ. വചനത്തെ റീപ്ലേസ് ചെയ്യുവാൻ ഒരു കാര്യത്തിനും കഴിയുകയില്ലല്ലോ. വചനത്തെ റീപ്ലേസ് ചെയ്യാതെ നിത്യസത്യങ്ങൾ പ്രഘോഷിക്കുവാൻ അവിടുത്തെ ജനത്തിന് കൃപ കൊടുക്കണമേ. പ്രതികൂലവും പ്രതിസന്ധി ഒക്കെയും ആഞ്ഞടിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് നിൽപ്പാൻ അവിടുത്തെ ദാസിദാസന്മാർക്ക് കൃപ കൊടുക്കണമേ. മഹത്വം കർത്താവ് എടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗാഡ് ബ്ലസ് യു.